Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഡോക്ടർ വേഗോപങ്കിന്റെ ആ ഒരു ബ്രോഡ്കാസ്റ്റ് അതങ്ങനെ കട്ടായിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. ഇവിടെ സ്നേഹിലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ അതോ ഡോക്ടർ വേഗോപങ്ക് ആള് സെറ്റ് ചെയ്തിരുന്ന സ്നേഹിലിന് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് മനസ്സിലാവാതെ അവർ കൺഫ്യൂസ്ഡ് ആവും. ചിലരാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുമോ, ഒന്നുകിൽ വേൾഡ് ഗവൺമെന്റ് അടുത്ത് നിന്ന് അല്ലെങ്കിൽ ലൂഫിയുടെ അടുത്ത് നിന്ന്. വേഗോപങ്കിനെ കടത്തിക്കൊണ്ടു പോയത് സാക്ഷാൽ ലൂഫി ആയിരിക്കും. ഒരുപക്ഷെ ലൂഫി ആയിരിക്കും ഇതിനെല്ലാം പിന്നിൽ നിന്ന് ജനങ്ങളെല്ലാവരും സംസാരിക്കും. വേൾഡ് ഗവൺമെന്റിനും നമുക്കും എല്ലാം ഒരുപാട് പ്രയോജനമുള്ള ആളാണ് ഡോക്ടർ വേഗോപങ്ക്. സോ ഗവൺമെന്റ് ഒരിക്കലും അദ്ദേഹത്തെ ഒന്നും ചെയ്യില്ല, ഇതിന് പിന്നിൽ തന്നെയായിരിക്കും. കട്ട് ചെയ്താ ഇവിടെ എഡിഡ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ നേവിക്കാരും എല്ലാവരും ഫ്രീസായി ഒരു കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരെല്ലാവരും കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നത് അത് മറ്റൊന്നിനെയോ അല്ല, ആ ഒരു പന്നി മോൺസ്റ്റർ എൽഡറിനെയാണ്. സത്യത്തിൽ ഇപ്പോഴാണ് ആളുടെ സൈസ് അത് ശരിക്കും എടുത്തു കാണിക്കുന്നത്. വലിയ മറൈൻ കപ്പലുകളൊക്കെ ആയിട്ട് അവന്റെ ബോഡി കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ജയന്റ് ആണ്. മാത്രമല്ല ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റർ എൽഡേഴ്സും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇവിടെ നേവിക്കാർക്ക് എൽഡേഴ്സിനെ കറക്റ്റായിട്ട് അറിയില്ല. അതിനെ അത് ശത്രുവാണോ മിത്രമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അവരാണെങ്കിൽ ആ മോൺസ്റ്റേഴ്സിനെ കണ്ട് ഭയപ്പെട്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. എൽഡേഴ്സ് ആണെങ്കിൽ ഇപ്പൊ യോർക്കിനെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം അവിടെ എത്ര വേഗോപങ്സും അതുപോലെ തന്നെ ആർട്സും ഉണ്ടെന്ന് ചോദിക്കും. അവളാണെങ്കിൽ അവിടെയുള്ള പങ്ക് റെക്കോർഡ്സ് ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ച് അവരോട് പറയുകയാണ്. അവളാണെങ്കിൽ ആ പങ്ക് റെക്കോർഡ്സ് അതിപ്പോൾ ആരാണ് ആക്സസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കും. ലളിതും അറ്റ്ലസും അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ അത് ആക്സസ് ചെയ്യുന്നത്. മാത്രമല്ല അവരെവിടെ നിന്നാണ് അത് ആക്സസ് ചെയ്യുന്നത് പോലും അവൾ കണ്ടുപിടിക്കും. അപ്പോൾ അവർ രണ്ടുപേരെ എത്രയും വേഗം കണ്ടെത്തി തല്ലിക്കൊല്ലുകയാണെങ്കിൽ പകുതി പ്രശ്നം അവസാനിക്കും. മാത്രമല്ല ഡോക്ടർ വേഗോപങ്ക് കണ്ടുപിടിച്ച ആ പങ്ക് റെക്കോർഡ്സ് അതാളില്ലെങ്കിലും വളർന്നുകൊണ്ടേയിരിക്കും. എൽഡേഴ്സ് ആണെങ്കിൽ യോർക്കിനെ ഉപയോഗിച്ച് അതിനെ കൂടുതൽ ആക്സസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ നേടിയെടുക്കാം, ബാക്കിയുള്ളവരെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും. കട്ട് ചെയ്ത ഇവിടെ സ്റ്റസി ആണെങ്കിൽ കക്കുവിനെ അവനെ മോചിപ്പിക്കുകയാണ്. അവളാണെങ്കിൽ കക്കു അവളെ അറ്റാക്ക് ചെയ്യുന്ന കരുതി അതിന് തയ്യാറായിട്ട് നിൽക്കും. പക്ഷെ അവനാണെങ്കിൽ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ അവളെ അറ്റാക്ക് ചെയ്യാനോ തയ്യാറാവില്ല. അവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിനക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാം, പക്ഷെ ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്റെ ഫ്രണ്ട് ലുച്ചി, അവൻ ഇവിടേക്ക് വന്നാൽ നടക്കാൻ പോകുന്നത് വലിയൊരു ചരിത്രമായിരിക്കും. നിന്നെ അവൻ വെറുതെ വിടില്ല. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. മാത്രമല്ല ഞാനും ഇപ്പൊ എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുൻപ് നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അത് കേട്ട് അവൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ അവളുടെ ഫ്രണ്ട്ഷിപ്പിന് ഇത്രയും വാല്യൂ കൊടുത്തിട്ടുണ്ടോ എന്ന് അവൾ ആ ഒരു നിമിഷം തിരിച്ചറിഞ്ഞ് നിറകണ്ണുകളോടെ അവിടുന്ന് കടന്നു പോവുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ആ ജയൻസിന്റെ ജയന്റ് കപ്പൽ കാണിക്കും. അതാണെങ്കിൽ നേവിക്കാരുടെ ഷിപ്പുകൾ അതങ്ങനെ ഇടിച്ച് തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ലൂഫിയും ബ്രോഹിയും അവരും ഓൾമോസ്റ്റ് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈസി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അവരെ കൊണ്ട് കഴിയും. ലൂഫിക്കാണെങ്കിൽ അത്രയും വലിയ കപ്പൽ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ സാഞ്ചിയോട് ബാക്കിയുള്ളവരെവിടെയും ചോദിക്കും. അതിനവൻ പറയും അവർ ഇതുവരെ എത്തിയിട്ടില്ല, നിന്നെ സുരക്ഷിതമായിട്ട് ഇവിടേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതേസമയം കപ്പലിലാണെങ്കിൽ വൈമോയും കൗഷിയും അവർ രണ്ടുപേരും അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവരോട് അവന് കഴിക്കാൻ എന്തെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ഇവരെ ആ മറയുന്ന ആൾക്കാർ പുറത്തേക്ക് വിടാനായിട്ട് തയ്യാറാവില്ല. ബാക്കിയുള്ളവർ കപ്പലിനടുത്തേക്ക് എത്തിയെങ്കിലും ഇവരെ കൊണ്ടാണെങ്കിൽ അതിന് സാധിച്ചിട്ടില്ല. ഉടനെ ആ എൽഡേഴ്സ് എല്ലാവരും ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിറൽസ് ആണെങ്കിൽ കമാൻഡ് കൊടുത്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ആരോ ഒരാൾ ഗണ്ണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ബുള്ളറ്റ് ആണെങ്കിൽ അവരുടെ ദേഹത്ത് ഏൽക്കേണ്ട താമസം അവരെല്ലാവരും ചെറിയ കുട്ടികളായി മാറും. അത് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ബോണി. ഇവിടെ സാഞ്ചി ആണെങ്കിൽ നാമയെ കോണ്ടാക്ട് ചെയ്യും. ഇനി ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാനായിട്ട് കഴിയില്ല, എത്രയും വേഗം നിങ്ങൾ ഇവിടേക്ക് എത്തണം. അത് നാമി പറയും, ഞങ്ങൾ ഓൾറെഡി യാത്ര പുറപ്പെട്ടു. എഡിസൺ അവനാണ് അവന്റെ ജീവൻ പോലും സാക്രിഫൈസ് ചെയ്ത് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇവിടം വരെ എത്താനായിട്ട് സഹായിച്ചത്. കേസ് ഞങ്ങൾക്ക് കടലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ വേണം ഞങ്ങളെ രക്ഷിക്കാനായിട്ട്. അത് കേട്ട് സാഞ്ചി ആണെങ്കിൽ അടിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്താലും നാമിയെയും ലിലിത്തിനെയും റോബിനെയും നിങ്ങളെ 3 പേരെ ഉറപ്പായിട്ടും ഞാൻ രക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. ഉസോപ്പിനാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ. നമ്മളെല്ലാവരും ഒറ്റ ടീമിലുള്ളവരാണ്, പക്ഷെ നീ ഭയങ്കര സെൽഫിഷ് ആണ്. നീ നമ്മളെ ആരെയും പ്രൊട്ടക്ട് ചെയ്യാതെ പെൺകുട്ടികളെ മാത്രമാണോ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? അത് കേട്ട് ഫ്രാങ്ക് വിളിച്ചു പറയും, ഞാൻ നിങ്ങളെ ആരെയും രക്ഷിച്ചിട്ടില്ല എങ്കിലും കപ്പല് അതിന് ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അത് കേട്ട് ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ജിം ബോണിയും ആണെങ്കിൽ ഷോക്കായിട്ട് ആ ബേർഡ് മോൺസ്റ്ററിനെ നോക്കും. അതിന്റെ ലക്ഷ്യം ഇപ്പൊ അവരാണ്. അതങ്ങനെ ചീറിപ്പാഞ്ഞ് അവർക്ക് നേരെ വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലൂഫിക്ക് ആ ജയൻസ് ആണെങ്കിൽ കഴിക്കാൻ കൊണ്ടുവന്ന പ്രോട്ടീൻ ഫുഡുകൾ അതൊന്നൊന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അത്രയും ഫുഡ് കണ്ട് അത്ഭുതപ്പെടും. പക്ഷെ അത് നമ്മുടെ ലൂഫിയാണ്. അവനെ കൊണ്ട് മിനിറ്റുകൾ വെച്ച് അത് മുഴുവൻ തിന്നു തീർക്കാനായിട്ട് കഴിയും.
ലൂഫിയുടെ വിശപ്പിനെ കുറിച്ച് ബ്രോയ്ക്കും നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഷെഫിനോട് കൂടുതൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടുവരാനായിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ആ ബേർഡ് മോൺസ്റ്റർ ആണെങ്കിൽ അടുത്തേക്ക് വരാതെ ദൂരെ നിന്ന് ഫയർ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണ്. ജയൻസ് ആണെങ്കിൽ അവരെ കൊണ്ട് പറ്റും പോലെ ഷീൽഡൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബോണി ആണെങ്കിൽ വിളിച്ചു പറയും, എത്രയും വേഗം എന്റെ പപ്പ കൂമയെയും സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റണം. ആ ബേർഡ് മോൺസ്റ്റർ അവന്റെ ഫയർ പവർ അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ബ്രോയ്ക്കാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാവും, അത്ര പെട്ടെന്ന് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. അവരെ തോൽപ്പിച്ചാൽ മാത്രമേ അവിടുന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയൂ. ഇവിടെ ആ ഒരു എൽഡർ ആണെങ്കിൽ നിർത്താതെ ഫയർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പറഞ്ഞതനുസരിച്ച് അവിടെ ഉള്ളവരാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്കിനെയും കോമയെയും സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒറ്റക്കെട്ടായി പുറത്ത് കടക്കണം. പക്ഷെ ഇവിടെ എൽഡർ ആണെങ്കിൽ ദൂരത്ത് നിന്ന് ഫയർ പവർ ഉപയോഗിച്ചുകൊണ്ട് നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവന്റെ ആദ്യത്തെ അറ്റാക്കിൽ അവിടെ ഉണ്ടായിരുന്ന കപ്പലുകളെല്ലാം കത്തി നശിച്ചു. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു മ്യൂസിക് അങ്ങനെ പുറത്തേക്ക് ഒഴുകി വരികയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് ആരുടെ മ്യൂസിക് ആണെന്ന് ഏകദേശം മനസ്സിലാവും. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് പഴയ പവർ മുഴുവനായിട്ടും തിരികെ പിടിച്ച ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഫയറിനിടയിലൂടെ ഫയറായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ കടൽ മുഴുവൻ റബ്ബറായി മാറി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കപ്പലുകളെല്ലാം ആ ഒരു ഋതത്തിനനുസരിച്ച് ഡാൻസ് ചെയ്യും. ആൾക്കാർക്കാണെങ്കിൽ ആദ്യം ആ ഒരു ചാട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിനുശേഷം ലൂഫി അവന്റെ ഋതത്തിനനുസരിച്ച് ഡാൻസ് കളിക്കാനായിട്ട് പറയും. അതിലൂടെ നമ്മുടെ ആൾക്കാർക്കും ഇപ്പൊ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയാണ്. ലൂഫിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ആനന്ദവും. ബ്രോഹിയാണെങ്കിൽ കത്തുന്ന കപ്പലില് ദേഷ്യത്തോടു കൂടെ ഇപ്പോ നമ്മുടെ ലൂഫിയോട് പറയും, നീ വെറുതെ ഡാൻസ് കളിച്ച് സമയം കളയരുത്, ഈ കപ്പൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. പക്ഷെ ലൂഫി ആണെങ്കിൽ ഇതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ജ്വല്ലറി പെണ്ണിനാണെങ്കിൽ അവളുടെ പപ്പ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. നമ്മളെ രക്ഷിക്കാനായിട്ട് ഒരു രക്ഷകൻ വരും, അദ്ദേഹത്തിന്റെ മ്യൂസിക്കിനോടൊപ്പം നമ്മളും ചുവട് വെക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം പണ്ട് ഡാൻസ് കളിച്ച കാര്യങ്ങളെല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നു വരും. ലൂഫി ആണെങ്കിൽ ജ്വല്ലറി പെണ്ണിന്റെ പേര് വിളിക്കും. നിന്റെ പ്രതികാരം അത് വീട്ടാനുള്ള സമയമാണ്, നിന്നോടൊപ്പം ചെയ്യാനായിട്ട് ഞാൻ വരികയാണ്. അത് കേട്ട് അവൾ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. എന്നെ കൊണ്ട് അതിന് കഴിവെന്ന് തോന്നുന്നില്ല. അതിന് ലൂഫി പറയും, അതിനുള്ള കഴിവും പവറും ഒക്കെ തന്നെ ഉണ്ട്, നിന്നെ കൊണ്ട് അതിന് പറ്റും. അത് കേട്ട് അവൾ ഞെട്ടി അങ്ങനെ ലൂഫിയെ തന്നെ നോക്കും. നിക്ക ഗോഡിനെ കാണും പോലെ ആയിരിക്കും അവൾക്ക് അവനെ കാണുമ്പോൾ തോന്നുക. അവൾ ഉച്ചത്തിൽ നിക്ക എന്ന് വിളിക്കും. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നീ എന്താ ഈ പറയണേ? നിക്കയോ? എൻ്റെ പേര് ലൂഫി എന്നാണ്. ജ്വല്ലറി ബോണിയാണെങ്കിൽ പതിയെ ഇപ്പോൾ അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. ലൂഫിയുടെ ഒരു ഫീമെയിൽ വേർഷനായിട്ട് അവളിപ്പോൾ മാറും. അതിനുശേഷം അവർ രണ്ടുപേരും പ്രതികാരം വീട്ടാനായിട്ട് റെഡിയാവും. ദൂരത്തായിട്ട് കൂമ അവളാണെങ്കിൽ കണ്ണുമ ചിമ്മാതെ അവർ രണ്ടുപേരെയും മാറി നോക്കുകയാണ്. പ്രത്യേകിച്ച് ജ്വല്ലറി ബോണിയെ അവനവൻ്റെ വൈഫിന് വാക്ക് കൊടുത്തതാണ് ജ്വല്ലറി പെണ്ണിനെ അവളെ സന്തോഷപരമായി അവളെ നന്നായിട്ട് വളർത്തി കൊണ്ടുവരുമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ അവളെ വളർത്തി വലുതാക്കിയിരിക്കുകയാണ്. ഇവിടെ ജ്വല്ലറി പെണ്ണും ലൂഫിയും അവർ രണ്ടുപേരും അവരെ തകർക്കാനായി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.